എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലുള്ളത്. ഇതിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഈ പറയുന്ന ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ഒരു ചോദ്യം മാത്രമേ ഈ സെഷനിൽ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഭരണകക്ഷി രാജിവെക്കേണ്ടി വരും. അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ ഭരണകക്ഷി രാജിവെക്കേണ്ടി വരും എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഭരണകക്ഷിക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നത് ആണ് ഈ ജെറിമാൻഡറിങ് എന്ന് പറയുന്നത്. ശരിയാണോ? ഭരണകക്ഷിക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ജെറിമാൻഡറിങ് എന്ന് വിളിക്കുന്നത്. ശരിയാണോ? 3. അവിശ്വാസ പ്രമേയം പാസ്സാവാൻ കേവല ഭൂരിപക്ഷം മതി. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ വോട്ട് ഓഫ് നോൺ കോൺഫിഡൻസ്, അതുപോലെ തന്നെ ജെറിമാൻഡറിങ്, പിന്നെ എത്രയാണ് മെജോറിറ്റി വേണ്ടത് പാസ്സാവാൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉത്തരത്തിൻ്റെ ഡിസ്കഷനിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അവിശ്വാസ പ്രമേയം പാസ്സാവാൻ പാസ്സായാൽ ഭരണകക്ഷി രാജിവെക്കേണ്ടി വരും. രാജിവെക്കേണ്ടി വരുമോ? തെറ്റാണോ ഇത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം എന്താണ്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഭരണകക്ഷി രാജിവെക്കേണ്ടി വരും. ഭരണകക്ഷിക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്ന പ്രോസസ്സാണ് ജെറിമാൻഡറിങ്. ഇത് ശരിയാണ്. കാരണം ഇപ്പം ഭരണത്തിലുള്ള ആൾക്കാർ കോൺസ്റ്റിറ്റ്യുവൻസി റീഓർഗനൈസ് ചെയ്തിട്ട് അതിൻ്റെ ബൗണ്ടറീസ് റീഓർഗനൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു പരിപാടി അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ നേട്ടത്തിന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക, വോട്ടിങ്ങിന് അവർക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പുനർനിർണ്ണയം നടത്തുന്നത്. അതിനാണ് ജെറിമാൻഡറിങ് എന്ന് പറയുന്നത്. അതും ശരിയാണ്. 3. അവിശ്വാസ പ്രമേയം പാസ്സാവാൻ കേവല ഭൂരിപക്ഷം മതി. സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട. കേവല ഭൂരിപക്ഷം മതി അവിശ്വാസ പ്രമേയം പാസ്സാവാൻ. അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പാർലമെൻറ്റിലെ ലോക്സഭയിലാണ് അവിശ്വാസ പ്രമേയം ഉന്നയിക്കുന്നത്. രാജ്യസഭയിലല്ല, ലോക്സഭയിലാണ്. ഇതും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? 3ഉം ശരിയാണ് എന്നാണ് ഉത്തരം, അല്ലേ? അപ്പോൾ ഓക്കെ, ഇന്നത്തെ ടഫ് ചോദ്യങ്ങളുടെ സെഷൻ ഇതായിരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.